അപ്പോൾ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് നമ്മളൊരു അൺബോക്സിങ് വീഡിയോ ആണ് ചെയ്യാൻ പോകുന്നത്. ഇത് ഞാൻ ക്രിസ്മസിൻ്റെ ടൈമിൽ ഷൂട്ട് ചെയ്ത് വെച്ചതാണ്. അന്ന് വന്നതാണ് ഈ കൊറിയർ. പക്ഷെ ഇപ്പോഴാണ് റെക്കോർഡ് ചെയ്യുന്നത്, വോയിസ് ഓവർ കൊടുക്കുന്നത്. സോ ഞാൻ കുറച്ച് സ്ക്രഞ്ചീസ് വാങ്ങിയിട്ടുണ്ടായി. ഇത് ഞാൻ ക്രിസ്മസിനും അതുപോലെ ഈ നമുക്ക് സാധാ ഒക്കേഷൻസിലും കൂടെ യൂസ് ചെയ്യാൻ പറ്റുന്ന സ്ക്രഞ്ചീസ് നോക്കിയപ്പോൾ ഇങ്ങനത്തെ കുറച്ച് കണ്ടു. ഇത് കുറച്ച് ക്രിസ്മസിനും കൂടെ ആണല്ലോ. ക്വാളിറ്റി അത്യാവശ്യം കുഴപ്പമില്ല, വലിയ കുഴപ്പമൊന്നുമില്ല. പിന്നെ ഞാൻ വാങ്ങിയത് ഈ ഒരു ഓർഗനൈസറാണ്. ഇത് നമുക്ക് വാച്ചൊക്കെ നമുക്ക് ഓർഗനൈസ് ചെയ്ത് വെക്കാൻ ഭയങ്കര യൂസ്ഫുൾ ആട്ടോ. ഇതിന് നമുക്ക് 5 കമ്പാർട്ട്മെന്റ്സ്, നമുക്ക് 5 വാച്ച് നമുക്ക് ഇതിൽ വെക്കാൻ പറ്റും. അത്യാവശ്യം നല്ല മെറ്റീരിയൽ വെച്ചിട്ടാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. ഭയങ്കര തട്ടി മുട്ടിയൊന്നും പോവാത്ത ഭയങ്കര ഹാർഡായിട്ടുള്ള മെറ്റീരിയലാണ് ഈ ബ്ലാക്ക് ഇതിൽ വന്നേക്കുന്നത്. ഇത് വർത്ത് ബൈയിങ് ആണ്, എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. പിന്നെ ഞാൻ വാങ്ങിയത് ഈ ഒരു ടൂത്ത് ബ്രഷിൻ്റെ അവിടെ ക്യാപ്പ് പോലെ ഇടത്തില്ലേ, ആ ഒരു സംഭവമാണ്. ഞാൻ ഭയങ്കര പേസ്റ്റലായിട്ടുള്ള കളേഴ്സ് നോക്കി വാങ്ങിയതാണ്. പിന്നെയുള്ളത് ഇത് ഞാൻ പൊട്ടിക്കാൻ പോവാണ്. ഇത് ക്ലേ ടൂൾസ് ആണ്. ഞാൻ ക്ലേ വെച്ചിട്ട് ഇത് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും എൻ്റെ വീഡിയോസിൽ. ഞാൻ ഇത് വെച്ചുള്ള വീഡിയോ ഒക്കെ ഓൾറെഡി അപ്ലോഡ് ചെയ്തായിരുന്നു. കാരണം ഞാൻ പറഞ്ഞല്ലോ, കുറേ നാൾ മുന്നേ വന്നിരിക്കുന്ന ഷൂട്ട് ചെയ്ത് വെച്ച വീഡിയോ ആണ്. സോ ഇതും അത്യാവശ്യം യൂസ്ഫുൾ ആണ് ക്ലേ ആർട്ടൊക്കെ ചെയ്യണവർക്ക്. കാരണം നമുക്ക് ഈ ഓരോരോ നമുക്ക് ഭയങ്കര ഡീറ്റെയിലിംഗ് ഒക്കെ കൊടുക്കേണ്ട ടൈമിലൊക്കെ ഇങ്ങനത്തെ ടൂൾസൊക്കെ നമുക്ക് ഹാൻഡി ആയിട്ടുണ്ടെങ്കിൽ ഭയങ്കര യൂസ്ഫുൾ ആണല്ലോ. പിന്നെ ഞാൻ അടുത്ത് വാങ്ങിയത് ഈ ഒരു സംഭവമാണ്. ഇത് ഭയങ്കര ക്യൂട്ടാണ്. നമുക്ക് കീച്ചെയിനായിട്ട് യൂസ് ചെയ്യാം. പക്ഷെ ഞാനിതൊരു ഒരു ഡെക്കോർ പീസ് പോലെ യൂസ് ചെയ്യാമെന്നാണ് വിചാരിച്ചേക്കുന്നത്. ഇതെനിക്ക് നല്ല ഇഷ്ടമായി. ഇത് ഞാൻ കുറേ പേരൊക്കെ വാങ്ങിയതൊക്കെ കണ്ടിട്ട് ഞാനിങ്ങനെ നോക്കി ഇരിക്കുകയായിരുന്നു ഇതിങ്ങനെ വാങ്ങാൻ വേണ്ടിയിട്ട്. ഇത് നമുക്ക് ഒരു മിനിയേച്ചർ റേഡിയോ ഒക്കെ പോലെ തന്നെ നമുക്കിത് തുറക്കാനൊക്കെ പറ്റുമേ. ഇതിൻ്റെ ഉള്ളിൽ ഓൾറെഡി ഒരു കാസറ്റ് പോലെ ഇവർ ഇട്ടിട്ടുണ്ട്. പക്ഷെ ഇത് ഒറിജിനൽ കാസറ്റ് ഒന്നും അല്ല, അങ്ങനെ വർക്കൊന്നും ചെയ്യത്തില്ല. പിന്നെ നമുക്ക് റെക്കോർഡും ചെയ്യാൻ പറ്റും ഇതിൽ. അത് ഞാൻ അവസാനം കാണിച്ചു തരാവേ. പിന്നെ ഞാൻ ഇത് വാങ്ങി. ഇത് കുറേ സ്റ്റിക്കേഴ്സാണ്. ഇതിൽ ഒരുപാട് സ്റ്റിക്കേഴ്സ് ഉണ്ട് ഗൈസ്. ഇതും വർത്ത് ബൈയിങ് ആണ്. പല പല കളർ തീമിലുള്ള അല്ലെങ്കിൽ പല പല ഒക്കേഷൻസിലുള്ള ഈ ഒരു എന്താ പറയുക, കവായി സ്റ്റിക്കേഴ്സ് ഇഷ്ടം പോലെ ഇതിലുണ്ടായി. അപ്പം ഞാൻ ജേർണലൊക്കെ ചെയ്യുമ്പോൾ അത് യൂസ് ചെയ്യാമെന്ന് വിചാരിച്ചേക്കണേ. ഇത് വെച്ചിട്ടുള്ള ജേർണൽസ് മിക്കവാറും നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. ഞാനതൊക്കെ അപ്ലോഡ് ചെയ്തിട്ടായിരിക്കും ഈ വീഡിയോ അപ്ലോഡ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നിങ്ങൾ നോക്കുമ്പോൾ കുറേ പിങ്ക് കളർ തീമിലുണ്ട്, പിന്നെ പേർപ്പിളുണ്ട്, പിന്നെ അതുപോലെ തന്നെ ഗ്രീനും ഓറഞ്ചും, അങ്ങനെ 4 കളർ തീമിൽ അത് വന്നേന്ന് തോന്നണം. എല്ലാം വെറൈറ്റി സാധനങ്ങളാട്ടോ. സ്റ്റിക്കേഴ്സ്, റിപ്പീറ്റിംഗ് സ്റ്റിക്കേഴ്സ് അങ്ങനെ പൊതുവെ കുറവാണ്. ഇതെല്ലാം എനിക്ക് ഭയങ്കര ഇഷ്ടമായി. ഞാൻ കുറേ നാളായി നോക്കി വെച്ചിരിക്കുകയായിരുന്നു ഇങ്ങനത്തെ ഒരെണ്ണം വാങ്ങണമെന്ന്. പിന്നെ അതിൻ്റെ കൂടെ ട്വീസേഴ്സും ഉണ്ടായി. പിന്നെ ഈ ഒരു കമ്മലിൻ്റെ ഓർഗനൈസർ വാങ്ങി. ഇതും എനിക്ക് നല്ല ഇഷ്ടമായി. അപ്പോൾ